ഇന്ന് എൻ്റെ ഫ്രെയിമിൽ ക്ഷണിക്കപ്പെടാത്തൊരു അതിഥി കൂടെ ഉണ്ട് കേട്ടോ. മറ്റാരുമല്ല, എൻ്റെ സ്വന്തം അമ്മയാണ്. ഗൾഫ് ജീവിതമൊക്കെ മടുത്തതേ നമ്മുടെ നാട്ടിലെ ജീവിതത്തിന് വേണ്ടി വന്നതാണ് പുള്ളിക്കാരി. ഫോട്ടോ എടുക്കുവാണെന്ന് വിചാരിച്ച് പോസ് ചെയ്തുകൊണ്ടിരുന്ന കേട്ടോ പുള്ളിക്കാരി. പിന്നാണ് അറിഞ്ഞത് വീഡിയോ എടുക്കുവാണെന്ന്. അമ്മ വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ വന്നത് എലിസ്റ്ററിലോട്ടായിരുന്നു. അമ്മയ്ക്ക് ചെറിയൊരു സ്കാനിങ് ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ജീവിതത്തിൻ്റെ പാതി ടൈം ഞാൻ ഇവിടെ കേട്ടോ ചിലവാക്കുന്നത്. ഇന്ന് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ട് പകലതേ പിന്നെ അമ്മേനെയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് അവിടുന്ന് ഹെൽമെറ്റ് വെച്ച് മറച്ചു വെച്ചിട്ടാട്ടോ വന്നത് പുള്ളിക്കാരി. അപ്പോഴത്തേക്കും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഹരിത ചേച്ചി പ്രഗ്നന്റ് ആയതുകൊണ്ട് തന്നെ ഇനി 1 മാസം കൂടി ഉള്ളു കേട്ടോ നമ്മുടെ ഹോസ്പിറ്റലിൽ. എൻ്റെ കൂടെ വീഡിയോ എടുക്കാൻ ഒരു മടി കാണിക്കാത്തവളാണ് കാണിച്ചത് ഞാൻ. പിന്നെ അതേ സ്കാനിങ് റിപ്പോർട്ടിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അപ്പുറത്തൊരു കടയിലോട്ട് പോയിട്ടുണ്ട്. ഇത് പുതിയതായിട്ട് തുടങ്ങിയ ഒരു സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ. ഭയങ്കര ഓഫറാണ് ഇവിടെ. എനിക്കാണെങ്കിൽ ഇങ്ങനെയൊക്കെ കയറുമ്പോൾ എല്ലാം എടുത്തുകൊണ്ട് ഇങ്ങ് പോരാൻ തോന്നും കേട്ടോ. പക്ഷെ നമ്മളുടെ മനസ്സതിന് അനുവദിക്കത്തില്ലല്ലോ. ഇന്നതേ അമ്മയ്ക്ക് ഷാർജ് അടിക്കണം എന്ന് പറഞ്ഞപ്പോൾ 2 മഞ്ച് എടുത്തിട്ടുണ്ടായിരുന്നു. ദാഹിച്ച് വളഞ്ഞതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ബില്ലടിക്കാതെ തന്നെ ഈ ഒരു അമുലിൻ്റെ ഷേക്ക് എടുത്ത് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പോയത് ഇവർ ഇങ്ങോട്ടും അല്ല, നമ്മുടെ സിനിമാ പറമ്പിലുള്ള വീക്കെയറിലോട്ടായിരുന്നു. കുറേ നാളായിട്ട് പോകണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. എൻ്റെ പല്ലിന് കുറച്ചധികം പ്രശ്നങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് എല്ലാം ശരിയാക്കാമെന്ന് വിചാരിച്ചിട്ട് എന്നെ ഇരുന്നതാണ്. പക്ഷെ അമ്മ വന്നപ്പോഴാട്ടോ എല്ലാം ഒന്ന് നടന്നത്. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഫസ്റ്റ് ടൈം പല്ല് ക്ലീൻ ചെയ്യാണ്ട് പോവാണ്. എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എൻ്റെ ആഫ്റ്റർ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലതായിട്ട് വൃത്തിയായിട്ടുണ്ടായിരുന്നേ പല്ല്. അവിടെയുള്ള സ്റ്റാഫുകളെ പറ്റി പറയാനെങ്കിൽ ഭയങ്കര ഫ്രണ്ട്ലിയാണ് കേട്ടോ. അങ്ങനെ അമ്മ എന്നെ ആക്കിയിട്ടാണ് വീട്ടിൽ പോയത്. പിന്നെ തിരിച്ചെന്നെ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കുട്ടീസ് ഇന്നത്തെ ഒരു വീഡിയോ.